புனித கீதம் பாடுவோம். ആർക്കൊക്കെ തമിഴ് പടങ്ങൾ ഇഷ്ടമാണ്? ഞാൻ കട്ട തമിഴ് പടം ഫാനാണ്. MGR, ശിവാജി ഗണേശൻ, രജനികാന്ത്, തലപതി എല്ലാവരും എനിക്കിഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ടുഡേയ്സ് എപ്പിസോഡ് ഓഫ് നമ്മുടെ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാളായി നമ്മളിന്ന് ഇരുന്ന് സംസാരിച്ചിട്ട് എൻ്റെ ട്രാവൽ വീഡിയോസെല്ലാം ഞാൻ മൊത്തം സ്ഥലങ്ങളാണ് കാണിച്ചത്. കാരണം ട്രാവൽ വീഡിയോസ് കാണുന്നത് നമ്മുടെ മോന്ത കാണാനല്ല, സ്ഥലങ്ങൾ കാണാനാണ് ആൾക്കാർ ട്രാവൽ വീഡിയോസ് കാണുന്നത്. അപ്പം എല്ലാവരും നമ്മുടെ ട്രാവൽ വീഡിയോസൊക്കെ കണ്ട് എൻജോയ് ചെയ്തതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തൊക്കെ if you haven't watched it yet, go watch it and leave comments as well so that I can improve as well on some of the areas which needs correction and all those. Okay, ഇഷ്ടപ്പെട്ടെങ്കിൽ അടിപൊളി ചേച്ചി എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് ടാറ്റൂവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. അപ്പോൾ എത്ര ടാറ്റു എനിക്കുണ്ട് എന്ന് നിങ്ങൾക്ക് റഫായിട്ടൊന്ന് ഗസ് ചെയ്യാമോ? ടാറ്റു എത്ര ഉണ്ട് എന്നുള്ളതല്ല ഇവിടുത്തെ കഥയിലെ മുഖ്യം. എൻ്റെ ടാറ്റുകൾ എൻ്റെ ലൈഫിൽ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ വാട്ട് ഡസ് ഇറ്റ് സിംബലൈസ് ഓർ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. ആ ഒരു സ്റ്റോറിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ അമ്മ എൻ്റെ ടാറ്റൂസ് എല്ലാം പെർമനൻറ്റ് ടാറ്റൂസ് ആണ്, ടെമ്പററി ടാറ്റൂസ് അല്ല. എൻ്റെ അമ്മ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ടാറ്റൂസ് എല്ലാം ടെമ്പററി ആണ്, ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണെന്നൊക്കെയാണ്. 10-11 വർഷമായി എനിക്ക് പല ടാറ്റൂസുകളും ഉണ്ട്. ഐ തിങ്ക് ഷീ നോസ് ഇറ്റ് ഇസ് പെർമനൻറ്റ് ബട്ട് ഷീ പ്രിറ്റൻസ് ഇറ്റ്. ഷീ പ്രിറ്റൻസ് അമ്മയ്ക്കറിയാം ഇത് പെർമനൻ്റ് ഒക്കെ ആണ്. പക്ഷെ ഞാൻ ചുമ്മാ ടെമ്പററി എന്നൊക്കെ പറഞ്ഞ അമ്മയെ ചുമ്മാ അത് കളിപ്പിക്കാൻ നോക്കും. അമ്മ അത് വിശ്വസിച്ചു പോലെ അമ്മയും അഭിനയിച്ച് കാണിക്കും. അപ്പോൾ രണ്ടുപേർക്കും ഓക്കെ. അപ്പോൾ ടാറ്റൂസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം എനിക്ക് മൊത്തത്തിൽ 5 ടാറ്റൂസ് ഉണ്ട്. ചില ടാറ്റൂസിനൊക്കെ ഒരു മീനിങ്ങും ഇല്ല, ചുമ്മാ ടാറ്റു അടിക്കാൻ ആഗ്രഹം തോന്നി അടിച്ചു, അത്രയൊക്കെ ഉള്ളൂ. ചിലതൊക്കെ ഞാൻ കുറച്ചുകൂടെ തിങ്ക് ചെയ്തിട്ടുള്ള ക്രിയേറ്റ് ചെയ്ത കുറച്ച് ടാറ്റൂസും ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഓരോ ടാറ്റൂസിനെ കുറിച്ച് പറഞ്ഞു പോവാം. അപ്പോൾ എൻ്റെ ലൈഫിലെ ടാറ്റു ഞാൻ 2011 സ്പെയിനിൽ പോയപ്പോൾ, എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പും എൻ്റെ ഫസ്റ്റ് ഞാൻ ഫ്ലൈറ്റിൽ കയറിയതൊക്കെ ഞാൻ സ്പെയിനിൽ പോയപ്പോഴാണ്. അത് നിങ്ങളുടെ മൈ ജേർണി ടു ഫ്രീഡം ആ ഒരു എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ആ കഥകളൊക്കെ മനസ്സിലാവും. അപ്പോൾ 2011 ഞാൻ ഫസ്റ്റായിട്ട് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയത്. അപ്പം സ്പെയിനിലാണ് ഞാൻ പോയത്. ഞാൻ സ്പെയിനിൽ ഐ വാസ് ലിവിങ് ഫോർ എ ഫ്യൂ മന്ത്സ് as well. അപ്പം അവിടെ പോയപ്പോഴാണ് എനിക്ക് ടാറ്റു അടിക്കാൻ ഭയങ്കര ആഗ്രഹം. കാരണം നമ്മൾക്ക് ഫോർ ദ ഫ്രീഡമായി. അപ്പോൾ എനിക്ക് ടാറ്റു അടിക്കാൻ ഭയങ്കരമായിട്ടൊരു ആഗ്രഹം തോന്നി. അപ്പം 2011 ആ ട്രിപ്പിലാണ് എൻ്റെ ഫസ്റ്റ് ടാറ്റു ഞാൻ അടിച്ചത്. അപ്പം അതിനർത്ഥമൊന്നുമില്ല, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി. അപ്പം ഹർ നെയിം ഇസ് ശ്രുതി ബൻസാൽ. സോ ഷീ വാസ് ഓൾസോ ഓൺ ദ സെയിം കമ്പനി ലൈക്ക് മീ. TCSലാണ് നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്തത്. ഞാൻ വേറൊരു പ്രോജക്റ്റും, ഷീ വാസ് ഇൻ എ ഡിഫറെൻറ്റ് പ്രോജക്റ്റ്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ടാറ്റു അടിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പം ഷീ ചോസ് ദ ഡിസൈൻ കേട്ടോ. പുള്ളിക്കാരിയാണ് ഡിസൈൻ എല്ലാം ചൂസ് ചെയ്തത്. ഏത് ടാറ്റു സ്റ്റുഡിയോയിൽ പോകണമെന്ന് വരെ പുള്ളിക്കാരിയാണ് തീരുമാനിച്ചിട്ട് ഐ ജസ്റ്റ് വെൻറ്റ് വിത്ത് ഹർ ആൻഡ് ഡിഡ് മൈ ടാറ്റു. അപ്പോൾ ടാറ്റുവിന് മീനിങ് ഒന്നും എനിക്കന്ന് അറിയില്ല, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും അറിയത്തില്ല. നമ്മൾ ജസ്റ്റ് ടാറ്റു അടിക്കാൻ വിചാരിച്ചു, ടാറ്റു അടിച്ചു. അപ്പം ആ ഒരു ടാറ്റു ഇറ്റ്സ് എ ബട്ടർഫ്ലൈ. അപ്പോൾ അതിൻ്റെ ഇവിടെയാണ് ഉള്ളത് കേട്ടോ. അപ്പം she chose the design, so I did it here and Shruti did it here. അപ്പം നമുക്ക് രണ്ടുപേർക്കും ഒരേ ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ വി കോൾ ഈച്ച് അതർ ബട്ടർഫ്ലൈ. പുള്ളിക്കാരി ഇപ്പോൾ US പോയി. ഷീസ് എ നോർത്ത് ഇന്ത്യൻ. ഷീസ് മാരിഡ് ആൻഡ് ഐ തിങ്ക് ഷീസ് ബേസ്ഡ് ഔട്ട് ഇൻ US now. ഇപ്പം ഞാൻ ഫേസ്ബുക്കിൽ ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരിയായിട്ടുള്ള ടച്ച് വിട്ടു. ഐ നീഡ് ടു ഫൈൻഡ് ഹർ now and I hope I can get connected back to her. So such good memories about it. അപ്പോൾ അന്ന് ഞാൻ ടാറ്റു അടിക്കാൻ പോയപ്പോൾ എനിക്ക് ടാറ്റു അടിക്കുന്നത് ഇത്ര പെയിൻഫുൾ ആണെന്നുള്ള കാര്യമൊന്നും എനിക്കധികം അറിയില്ല. കാരണം ഇഗ്നറൻസ് ഇസ് ബ്ലിസ് എന്നൊക്കെ പറയാറില്ലേ. കാരണം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഗൂഗിളൊന്നും അന്ന് ഞാൻ അത്ര റിസർച്ച് ഒന്നും ചെയ്യാണ്ടാണ് അത് പോയി ചെയ്തത്. അപ്പം ഞാൻ അവിടെ പോയപ്പോഴാണ് അയ്യോ ടാറ്റു അടിക്കുമ്പോൾ വേദനിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത്. പക്ഷേ എന്തായാലും അവിടെ പോയി നമ്മൾ രണ്ടുപേരും പോയി. സോ ഷീ ഡിഡ് ദ ടാറ്റു ഫസ്റ്റ്. സോ ഞാനപ്പോൾ ഒബ്സർവ് ചെയ്തു. സോ ഷീ ഗോട്ട് ത്രൂ ഇറ്റ് ഓക്കെ. സോ അപ്പോൾ എനിക്ക് മനസ്സിലായി അത്ര വേദനയാണെങ്കിലും മരിച്ചൊന്നും പോകത്തില്ല. ടാറ്റുകൾ അടിക്കുമ്പോൾ ഇച്ചിരി പെയിനൊക്കെ ഉള്ളൂ. സോ ആൻഡ് ഇറ്റ് വിൽ ഹീൽ എന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇപ്പം വൺസ് ഷീ ഡിഡ് ഇറ്റ് ഐ ഓൾസോ ഡിഡ് ദ സെയിം തിങ്. അപ്പോൾ ഞാനിപ്പോൾ അതിന് പറയുന്നത് that particular tattoo, I think it indicates my transformation അല്ലെങ്കിൽ ഒരു മെറ്റമോർഫോസിസ് എന്നൊക്കെ പറയത്തില്ലേ. ബട്ടർഫ്ലൈ ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫർമേഷൻ അല്ലേ, ബിക്കോസ് ഇറ്റ് ഗോസ് ഫ്രം cocoon to butterfly. So it's always a kind of I think butterfly always symbolizes transformation, and I would like to associate that particular tattoo
ആസ് എ ട്രാൻസ്ഫർമേഷൻ ഓഫ് മൈ ലൈഫ്. ബിക്കോസ് ഞാൻ സ്പെയിനിൽ പോയതിന് ശേഷം എൻ്റെ ലൈഫ് ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്, എൻ്റെ തോട്ട് പ്രോസസ്സ് ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഐ തിങ്ക് that is my very first tattoo and it has a special place in my heart. അപ്പം പിന്നെ അത് ഫസ്റ്റ് ടാറ്റു അടിച്ചു. അപ്പം നമ്മൾ രണ്ടുപേരും ചെയ്തു. ഫസ്റ്റ് ടാറ്റു അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ടാറ്റു ചിലപ്പം ഒരു അഡിക്ഷൻ പോലെയാണ്. ഒരെണ്ണം അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ടാറ്റു ചെയ്യാൻ തോന്നും. എനിക്കപ്പം വേറെ രണ്ടാമതൊരു ടാറ്റു ചെയ്തോളാൻ വയ്യ. അപ്പം ഞാൻ ഇതിപ്പം ഹീലായതിന് ശേഷം എനിക്ക് 2-3 വീക്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശ്രുതിയുടെ അടുത്ത് പറഞ്ഞു, ശ്രുതി ഐ വോണ്ട് ഡു 1 more ടാറ്റു. പക്ഷേ പുള്ളിക്കാരിക്ക് ഒട്ടും താല്പര്യമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര താല്പര്യം. സോ ഞാൻ ചുമ്മാ ഗൂഗിളിൽ നോക്കിയിട്ട് ആ സമയത്ത് ഒരു റോസാപ്പൂവിൻ്റെ ഒരു ടാറ്റു, ഒരു റോസിൻ്റെ ഒരു ടാറ്റു, അതിന് ഒരു മീനിങ്ങും ഇല്ല, എന്തിനാണത് കുത്തിയെന്ന് പോലും എനിക്കറിയത്തില്ല. സോ ഐ ഡിസൈഡഡ് ടു ഡു ദാറ്റ് ടാറ്റു. ദാറ്റ് ഇസ് മൈ ടാറ്റു നമ്പർ 2. അതെൻ്റെ ഇവിടെയാണുള്ളത്, വയറിൻ്റെ ഭാഗത്ത്. അപ്പം ഞാൻ ഈ ടാറ്റു അടിക്കുമ്പോൾ എനിക്ക് മൊത്തത്തിൽ 55 കിലോ ആണുള്ളത്. ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 68 കിലോ ഉണ്ട്. ഇപ്പോൾ ആ റോസാപ്പൂ പുഷ്പിച്ച് നിൽക്കുകയാണ്, മൊത്തത്തിൽ അതൊരു കൂതറ രീതിയിലിരിക്കുകയാണ് ആ ടാറ്റു. If you ask me, do you regret doing that tattoo? Of course. ഞാൻ ആ ടാറ്റു എനിക്ക് ഒട്ടും താല്പര്യമില്ല. I regret doing that tattoo and I don't even know and I cannot even connect to എനിക്ക് അതിനൊരു മീനിങ് പോലും കണ്ടെത്താൻ പറ്റുന്നില്ല. മറ്റേ ബട്ടർഫ്ലൈ ഓക്കെ, ഞാൻ മീനിങ് ഒന്നും അപ്പം ചിന്തിച്ചില്ല. പിന്നെ ചിന്തിക്കുമ്പോൾ ഓക്കെ ട്രാൻസ്ഫോർമേഷൻ അങ്ങനെയൊക്കെ ചിന്തിക്കാമെന്ന് പറഞ്ഞ് ദർ ഇസ് എ മീനിങ് ഐ കുഡ് റിലേറ്റ് ടു ഇറ്റ്. പക്ഷേ ദിസ് പെർട്ടിക്കുലർ ടാറ്റു ഐ ആബ്സല്യൂട്ട്ലി റിഗ്രറ്റ് ഡൂയിങ് ഇറ്റ് കേട്ടോ. പിന്നെ അത് 2 ടാറ്റു. അപ്പോൾ ഈ 2 ഞാൻ സ്പെയിനിൽ വെച്ചാണ് ചെയ്തത്. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഇനി എപ്പോഴെങ്കിലും ടാറ്റു ചെയ്യുവാണെങ്കിൽ ഞാൻ സ്പെയിനിൽ പോകുമ്പോഴേ ചെയ്യത്തുള്ളൂ എന്ന് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ഉറപ്പിച്ച് വെച്ചിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ സ്പെയിനിലൊരു 4-5 മാസമല്ല 3-4 മാസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ തിരിച്ച് വീട്ടിൽ പോയപ്പോൾ 2015 കഥയാണ്. ഓക്കെ, അപ്പോൾ അച്ഛൻ ഇതെന്താടി ടാറ്റു? ഞാൻ പറഞ്ഞ അച്ഛാ ഇത് ജസ്റ്റ് ടെമ്പററി ടാറ്റു, കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ പോകും, ഇങ്ങനെ നമ്മൾ മുടി കളർ ചെയ്യുന്നതൊക്കെ പോലെയുള്ള അതങ്ങ് പൊക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവർ അന്ന് സത്യം പറ, ഞാൻ സത്യം ഇത് ടെമ്പററി ആണ്. അപ്പം അങ്ങനെയൊക്കെ ഞാൻ അവരെങ്ങ് വിശ്വസിപ്പിച്ച് വെച്ച്. പക്ഷെ പിന്നെ ഐ തിങ്ക് ദേ അണ്ടർസ്റ്റുഡ് ഇറ്റ് ആൻഡ് ഓൾ. എനിക്കൊന്ന് ആ സമയത്ത് ടാറ്റു ഒന്നും അത്ര പോപ്പുലർ അല്ല. അങ്ങനെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഫാമിലി സർക്കിളിലൊന്നും ആരും ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്കും കുറേ പേര് ഇവളെന്താണെന്നൊക്കെ ഇങ്ങനെയുള്ള അറിയാമല്ലോ, എന്തെങ്കിലും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ഒരുമാതിരി ആക്കി സംസാരമൊക്കെ കുറേ പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2011 മുതൽ 2018 വരെ 2019 വരെ ഞാൻ ഒരൊറ്റ ടാറ്റും ചെയ്തിട്ടില്ല. ആ ഒരു 8 കൊല്ലം ഞാൻ ടാറ്റു ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. 2015 ഞാൻ തിരിച്ച് നമ്മൾ സ്പെയിനിൽ നിന്ന് പോകുന്നു. പിന്നെ ഞാൻ പഠിക്കാൻ ഇങ്ങോട്ടൊക്കെ വരുന്നു. പിന്നെ എനിക്കിവിടെ ജോലി കിട്ടുന്നു. പിന്നെ കല്യാണം കഴിയുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സ്പെയിനിൽ എൻ്റെ കൂട്ടുകാരെ മീറ്റ് ചെയ്യാനായിട്ട് ഞാൻ 2019 പോയി. അപ്പം 2019 പോയപ്പോഴത്തേക്കും എനിക്കൊരു വളരെ വലിയൊരു ആഗ്രഹമുണ്ടായി. ഓക്കെ, എനിക്ക് വേറൊരു ടാറ്റു അടിക്കണം, കാരണം സ്പെയിനാണ് എൻ്റെ മനസ്സിലൊരു ടാറ്റു. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ച് വെച്ചിരുന്നത്. അപ്പം ഞാൻ വേറൊരു ടാറ്റു ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആ ടാറ്റു ചെയ്യുമ്പോഴത്തേക്കും ഐ പ്ലാൻഡ് ദിസ് ട്രിപ്പ് ഓൾസോ ഇൻ എ വേ വിച്ച് ഐ കുഡ് ഡു ദിസ് പെർട്ടിക്കുലർ ട്രിപ്പ്. ഞാൻ കാരണം ഈ റോസാപ്പൂവിൻ്റെ ടാറ്റു അടിച്ച് പണി കിട്ടിയാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എന്ത് ടാറ്റു അടിച്ചാലും അത് എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും മീനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ടാറ്റു ചെയ്യത്തുള്ളൂ എന്ന് വിചാരിച്ചു. ബിക്കോസ് ഇറ്റ്സ് എ പെർമനൻറ്റ് തിങ്, അല്ലെങ്കിൽ നമ്മൾ ലേസറൊക്കെ വെച്ച് റിമൂവ് ചെയ്യണം. സോ ഇറ്റ്സ് എ ബിഗ് കോംപ്ലിക്കേറ്റഡ് സ്റ്റഫ് എന്നൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു. അങ്ങനെ എനിക്ക് ട്രാവലിംഗ് വളരെ ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഡൽഹിയിലാണ് ഞാൻ ഡൽഹിയിൽ ജോലിക്ക് കയറുമ്പോഴത്തേക്കും പിന്നെ ഓക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യണം, അങ്ങനെയായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അങ്ങനെ ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ 25 രാജ്യങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അടുത്ത ടാറ്റു ചെയ്യണം എന്ന് ആഗ്രഹം തോന്നി. അപ്പം ഞാൻ അത് കഴിഞ്ഞ് ആ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത ടാറ്റു ചെയ്തത്. അപ്പോൾ അടുത്ത ടാറ്റു ദിസ് മീൻസ് സഞ്ചാരി. ഇതാണ് ഈ ടാറ്റു. ഞാൻ ഇപ്പോൾ 25ാമത്തെ കൺട്രി ട്രാവൽ ചെയ്തപ്പോൾ ആ ഒരു മൈൽ സ്റ്റോൺ ഹിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ടാറ്റു ആണ് ഇത്. ഞാൻ സ്പെയിനിൽ പോയപ്പോൾ തിരിച്ച് ഞാൻ സ്പെയിനിൽ പോയി അപ്പോൾ ഞാൻ ചെയ്ത ടാറ്റു ആണ്. ദിസ് ഇസ് ഓൾസോ സംതിങ് ക്ലോസ്. ഇത് ഞാനാണെങ്കിൽ സഞ്ചാരിയിൽ നിന്ന് അടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ഹാൻഡ് റൈറ്റിങ്, അപ്പം ടാറ്റുവിൽ അറിയാമല്ലോ, നമ്മൾ ജസ്റ്റ് പുട്ട് പ്രിൻറ്റ് തന്നിട്ട് നമ്മൾ അത് വെച്ചിട്ടാണ് ഒരു സ്കെച്ച് ചെയ്തല്ലേ ചെയ്യുന്നത്. അപ്പോൾ സ്കെച്ച് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ ചുമ്മാ ഗൂഗിളിൽ അടിച്ചപ്പോൾ പണ്ടത്തെ ഏതോ ഒരു സിനിമ, എനിക്കൊന്ന് വിജയഭാരതിയുടെ പടമാണെന്ന് തോന്നുന്നു, സഞ്ചാരി എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അപ്പോൾ അതിനകത്തത് ഈ അവരുടെ ലോഗോ ഇതേപോലെയൊക്കെ ആയിരുന്നു ആ പടത്തിൻ്റെ മൂവിയുടെ ലെറ്ററിങ്. അതപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത് ഞങ്ങൾ ചെയ്തോന്ന് പറഞ്ഞിട്ട് അവരത് ഇതെടുക്കുമല്ലോ, സിലോക്സ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് സ്റ്റെൻസിൽ ചെയ്തിട്ട് ദേ ഡിഡ് ദിസ് ആൻഡ് ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ഇത് 2019 ചെയ്തതാണ്.
പിന്നെയും 2 ടാറ്റൂസ് കൂടെ ഉണ്ട്. അപ്പം പിന്നെ വേറെ 2 ടാറ്റു 2020 ഞാൻ പറഞ്ഞില്ലേ, 2020 ഐ വെൻറ്റ് ത്രൂ എ പീക്ക് ഡിപ്രഷൻ സ്റ്റേജ് ഓഫ് മൈ ലൈഫ്. ഓൾമോസ്റ്റ് 2021 മിഡ് വരെ മൈ ഹെഡ് വാസ് ഇൻ എ വെരി വെരി ബാഡ് സ്റ്റേറ്റ് ഓഫ് എന്ന് പറയാം, അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് ഒരുപാട് സൂയിസൈഡൽ തോട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദെൻ ഐ വെൻറ്റ് ഫോർ കൗൺസിലിംഗ്, ഐ വർക്ക്ഡ് ഓൺ മൈ സെൽഫ്. എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പം ഐ വോണ്ടഡ് ടു സെലിബ്രേറ്റ് ദാറ്റ് ആൻഡ് ഐ ഓൾസോ വോണ്ടഡ് ടു ഗിവ് എ റിമൈൻഡർ ടു മൈ സെൽഫ് ജസ്റ്റ് ടു അവോയ്ഡ് ഫ്രം ദിസ് നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ. അപ്പം ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴത്തേക്കും ഐ വോണ്ടഡ് ടു ഫൈൻഡ് സംതിങ് മീനിങ് ഫുൾ which would allow me to have a kind of reminder to not give up. അങ്ങനെക്കുറിച്ച് ചിന്തിച്ചു, ഭയങ്കര ഗൂഗിളിങ്. അപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഐ ഫൗണ്ട് there was an interesting concept. I think it was launched in 2013 by a lady in America. It's called Semicolon Project. What is Semicolon? Semicolon Project is a kind of project which was അപ്പം ഈ പെൺകുട്ടിയുടെ അച്ഛന് ഡിപ്രഷൻ വന്നിട്ട് he committed suicide. So she launched this particular campaign or movement as a reminder for people who suffer depression, who have suicidal thoughts, to not give up. സോ അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ടാറ്റു നമ്പർ 4. ദിസ് ഈസ് സെമിക്കോളൻ. സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെമിക്കോളൻ? അപ്പം നമ്മളിപ്പോൾ ഒരു പുസ്തകത്തിൽ ഒരു ഡോട്ട് മീൻസ് സംതിങ് വിച്ച് എൻഡ്സ് അല്ലേ. ഇപ്പം നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതുവാണെങ്കിൽ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, ആ സെൻറ്റൻസ് അവിടെ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ ചില സെൻറ്റൻസിൽ ഡോട്ട് ഇല്ലാതെ they will keep on writing by adding semicolon. So semicolon is something which signifies things never end, it just can move on. So it's something, it's very small, but it's just a symbol aanu, but it has so much meaning, so much endha paraya, it's something which is very personal and it's so powerful, it's so impactful. So I wanted to definitely put that on me because I had that kind of thoughts and definitely I don't want to give up, so I just did it. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ചെയ്തു. കാരണം എനിക്ക് എപ്പോഴും നമ്മളിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും I use my hands a lot, so of course everybody use our hands, so it's always a reminder not to give up whenever I have that dark kind of thoughts. This really helps me to stay focused and not give up. So it's very personal to me. പിന്നെ വേറൊരു ഇത് വന്നിട്ട്, സോ ഇത് ഞാൻ അയർലൻഡിലാണ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ സ്പെയിനിലാണ് പോയിക്കൊണ്ടിരുന്നത് ചെയ്യാൻ. പിന്നെ ഓരോ പ്രാവശ്യം ടാറ്റു ചെയ്യാൻ സ്പെയിനിൽ പോകാൻ പറ്റുമോ? നമുക്ക് അത്രയും പൈസ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ടാറ്റു സ്റ്റുഡിയോ ഉണ്ട് വിച്ച് ഇസ് റൺ ബൈ വിമൻ. സോ ഐ ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് കോൺസെപ്റ്റ് ആസ് വെൽ. സോ ഐ ഡിഡ് ഇറ്റ് ദെയർ. ഇത് ഞാൻ എപ്പോഴാണ് ചെയ്തത്? കഴിഞ്ഞ കൊല്ലം എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിലോ അങ്ങാണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇതും പറഞ്ഞുകൊണ്ടാണ് പോയത്. അപ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും ടാറ്റു ഇസ് ലിറ്റിൽ ബിറ്റ് പെയിൻഫുൾ. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും വേദന അനുഭവിക്കാം, എൻ്റെ കൂടെ വേറൊരു ഇച്ചിലൂടെ വേദന അനുഭവിച്ചാൽ വേറൊരു ടാറ്റു കൂടെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഒരു ടാറ്റുവിന് പോയിട്ട് രണ്ടാമത്തെ ഒരു ടാറ്റു കൂടി ഞാൻ ചെയ്തു. അപ്പം ഇത് വന്നിട്ട് ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് ഫെമിനിസം. ഇഫ് യു ആസ്ക് മീ, ഐ ആം എ ഫെമിനിസ്റ്റ്. എങ്ങനെയാണ് ഞാൻ ഫെമിനിസ്റ്റ് ആയതെന്നൊക്കെ ചോദിച്ചാൽ പണ്ടത്തെ സിനിമകളൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും അയ്യോ ഫെമിനിസ്റ്റുകൾ എന്താ എങ്ങനെയെന്നൊക്കെ. ബിക്കോസ് മൂവീസ് ഓൾവേസ് ഓൾഡ് മൂവീസിൽ ഫെമിനിസ്റ്റിനെ പ്രൊജക്റ്റ് ചെയ്തേക്കുന്ന ഒരു റോങ് ആയിട്ടുള്ള രീതിയിലാണ്. സുകുമാരിയൊക്കെ ഓർമ്മയില്ലേ, ഒരു ഏത് പടത്തിലാണ്, സലേന മന്ത്രത്തിലൊക്കെ അതിനകത്തുള്ള കാണിക്കുന്ന ഫെമിനിസം ഒന്നും അല്ല ഫെമിനിസം. സോ എനിക്ക് ഐ ബിലീവ് everybody should have equal rights, and sometimes not minorities, definitely women, LGBTQ communitiesലൊക്കെ കുറച്ചുകൂടെ oppression നമുക്ക് കൂടുതലാണ്. We get oppressed because of patriarchal kind of structure and all those. അപ്പം I think equality is a much need of times, and I am a feminist. ഇപ്പോൾ if I am ignored or if I'm not given a space, I definitely voice out why am I not getting my space, and I voice out. അതൊക്കെ നമുക്കൊരു ലേണിംഗ് ആണ്, നമ്മുടെ ഒരു സെൽഫ് ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചതാണ് ഒരു ഫെമിനിസ്റ്റ് ആയെന്ന്. ബിക്കോസ് ആസ് എ വിമൻ ഇറ്റ്സ് വെരി ഹാർഡ്. സംടൈംസ് ഇപ്പം ഞാൻ കോർപ്പറേറ്റിൽ IT കയറിയിട്ട് 2007 മുതൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. 2007 മുതൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഐ റിമെമ്പർ ഞാനൊരു
എൻ്റെ അപ്രൈസൽ മീറ്റിംഗിന് ഇരിക്കുമ്പോൾ എൻ്റെ മാനേജറായിട്ടുള്ള മാൻ ഹീസ് സെയിങ്, ഭാഗ്യ യു കനോട്ട് പെർഫോം ലൈക്ക് വാട്ട് യു ആർ പെർഫോമിങ് നൗ ബിക്കോസ് ഇൻ ഫ്യൂച്ചർ യു വിൽ മാരി, യു വിൽ ഹാവ് കിഡ്സ്, യുവർ പെർഫോമൻസ് വിൽ ഡ്രോപ്പ്. അപ്പോൾ അതുകൊണ്ട് ഭാഗ്യക്ക് ബി ബാൻഡാണ് സേഫ്, എ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുക അതൊക്കെ എപ്പോഴാണ് 2010 അപ്പോൾ അങ്ങനത്തെയൊക്കെ നമ്മളെ ഒതുക്കാൻ നോക്കും പെണ്ണായതുകൊണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് വരണമെങ്കിൽ വി നീഡ് ടു റിയലി സ്റ്റാൻഡ് അപ്പ് സ്ട്രോങ് ആൻഡ് വി നീഡ് ടു പുട്ട് ആ ബെസ്റ്റ് ഫുഡ് ഫോർവേഡ്. അതൊക്കെ ബെസ്റ്റ് ഫുഡ് ഫോർവേഡ് എന്നല്ല, വി നീഡ് ടു റിയലി വോയിസ് ഔട്ട് അവർ കൺസേൺ ആൻഡ് ഡിമാൻഡ് വാട്ട് വി ആർ ആക്ച്വലി ഡിസേർവിങ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു ഇത് വെച്ചിട്ടാണ് ഇത്. അപ്പോൾ അങ്ങനെ ഉണ്ടായതാണ് ഈ ഫെമിനിസ്റ്റ് ടാറ്റു. പക്ഷേ ടാറ്റു ചെയ്തപ്പോഴത്തേക്ക് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഡൺ പ്രോപ്പർലി. ഡെഫിനറ്റ്ലി നീഡ്സ് എ റീടച്ച്. അപ്പോൾ ഞാൻ ഇനിയും പോയി ഒരെണ്ണം ചെയ്യണം, ഇത് റീടച്ച് ചെയ്യണം. And maybe I'll add some extra stuff and all those as well into it. So this is my tattoo number 5. ഞാൻ വേറൊരു ടാറ്റുവിനെ കുറിച്ച് ചെയ്യണം എന്നിങ്ങനെ കുറേ കാലമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തമിഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടപ്രാന്താണ്. ഐ ലവ് തമിഴ്, ഐ ലവ് ചെന്നൈ, ഐ ലവ് തമിഴ് ഫുഡ്, ഐ ലവ് തമിഴ് ലിറ്ററേച്ചർ. സോ എനിക്ക് തമിഴ് എന്ന് വെച്ച് ഇവിടെ ഒന്ന് എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ഒരു ടാറ്റു ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ ദാറ്റ് ഇസ് ഗോണ ബി മൈ ടാറ്റു നമ്പർ 6. ഞാനതിന് പറ്റിയൊരു സമയം നോക്കിയിരിക്കുകയാണ്. ഉടനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്ന എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് ജൂണിൽ. ഐ വിൽ ബി ടേണിങ് 36. 36 വയസ്സാകുമ്പോൾ ഞാൻ ആ ഒരു ടാറ്റു ചെയ്യും. അതാണ് എൻ്റെ അടുത്ത ടാറ്റു നമ്പർ 6. സോ ഇതാണ് എൻ്റെ ടാറ്റു കഥകൾ. നിങ്ങൾക്ക് എത്ര ടാറ്റൂസൊക്കെ ഉണ്ട്? നിങ്ങളുടെ ടാറ്റുവിൻ്റെ കഥകളൊക്കെ എൻ്റെ അടുത്ത് പറയൂ. സോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. സീ യു അഗെയിൻ ഗൈസ് ടുമോറോ. നോട്ട് ടുമോറോ, വെനെവർ വി മീറ്റ്. കേട്ടോ, ബൈ. ഇതെന്താ നിർത്താത്തേ?